സ്വാഗതം. ഞാൻ തനുശ്രീ. പ്രധാന വാർത്തകൾ. കഞ്ചിക്കോട്ട് മദ്യനിർമ്മാണ യൂണിറ്റുമായി ബന്ധപ്പെട്ട വിവാദത്തിന് പിന്നിൽ രാഷ്ട്രീയമെന്ന് മന്ത്രി എം.പി. രാജേഷ്. UDF നേതൃത്വത്തിന് കത്ത് നൽകി മുൻ MLA PV അൻവർ. വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ വഴിവിട്ട് സഹായിച്ചതിൽ ഉടൻ നടപടി. ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച പ്രതി ബംഗ്ലാദേശ് പൗരനെന്ന സംശയം. ഉത്രാളിക്കാവ് പൂരം മുഖ്യ പങ്കാളികളായ എങ്കക്കാട് ദേശത്തിന്റെ കാഴ്ചപ്പന്തലിന് കാൽനാട്ടി. CPIM പ്രവർത്തകൻ UK സലിം വധക്കേസിൽ പോലീസ് കണ്ടെത്തിയത് യഥാർത്ഥ പ്രതികളല്ലെന്ന് പിതാവ് PK യൂസഫ്. വടക്കാഞ്ചേരി ബൈപ്പാസ് സോയിൽ ടെസ്റ്റ് 21-ന് ആരംഭിക്കുന്നു. പ്രാഥമിക യോഗം ചേർന്നു. വാർത്തകൾ വിശദമായി. കഞ്ചിക്കോട്ട് മദ്യനിർമ്മാണ യൂണിറ്റുമായി ബന്ധപ്പെട്ട വിവാദത്തിന് പിന്നിൽ രാഷ്ട്രീയമെന്ന് മന്ത്രി എം.പി. രാജേഷ്. കഞ്ചിക്കോട്ടെ മദ്യനിർമ്മാണ യൂണിറ്റുമായി ബന്ധപ്പെട്ട വിവാദത്തിന് പിന്നിൽ രാഷ്ട്രീയമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം.പി. രാജേഷ്. പ്രതിപക്ഷം എല്ലാ വികസന പദ്ധതികളെയും എതിർക്കുന്നവരാണ്. മദ്യനിർമ്മാണ യൂണിറ്റിന് അനുമതി നൽകിയത് എല്ലാ നിയമചട്ടവും അനുസരിച്ച് തന്നെയാണെന്ന് മന്ത്രി വിശദമാക്കുന്നത്. ഒരു തരത്തിലുള്ള ജലചൂഷണവും അവിടെ നടക്കുന്നില്ല. പ്രതിപക്ഷം കഴിയുന്നത്ര വിവാദവുമായി മുന്നോട്ടു പോകട്ടെ എന്നാണ് തന്റെ നിലപാട്. എല്ലാ കാര്യത്തിലും വ്യക്തത വരുത്തുമെന്നും എല്ലാ സംശയങ്ങൾക്കും ഉത്തരം നൽകുമെന്നും എം.പി. രാജേഷ് പ്രതികരിച്ചു. എത്ര കിട്ടിയെന്ന പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം സ്വാഭാവിക കോൺഗ്രസുകാരൻ ചോദ്യം മാത്രമാണെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട്ടെ കഞ്ചിക്കോട്ട് മദ്യനിർമ്മാണ യൂണിറ്റിന് അനുമതി നൽകിയതിനെതിരെ പ്രതിഷേധവുമായി പഞ്ചായത്ത് രംഗത്തെത്തിയിരുന്നു. ഏലപ്പുള്ളിയിൽ ബ്രൂവറി തുടങ്ങാനുള്ള മന്ത്രിസഭാ തീരുമാനം പഞ്ചായത്തിനെ പോലും അറിയിക്കാതെയാണ് ഉണ്ടായതെന്നും സർക്കാരിൽ നിന്ന് യാതൊരു അറിയിപ്പും കിട്ടിയില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു നേരത്തെ വിശദമാക്കിയത്. ഏലപ്പുള്ളിയിൽ 26 ഏക്കർ സ്ഥലത്താണ് ബ്രൂവറി തുടങ്ങുന്നത്. 2 വർഷം മുമ്പാണ് കമ്പനി ഈ സ്ഥലം വാങ്ങിയത്. കഴിഞ്ഞ ദിവസമാണ് പദ്ധതി വരുന്നതിനെക്കുറിച്ച് വിവരം കൃത്യമായി അറിഞ്ഞതെന്ന് രേവതി ബാബു പറഞ്ഞു. UDF നേതൃത്വത്തിന് കത്ത് നൽകി മുൻ MLA PV അൻവർ. UDF നേതൃത്വത്തിന് കത്ത് നൽകി മുൻ MLA PV അൻവർ. UDF പ്രവേശനം സൂചിപ്പിച്ചുള്ള കത്താണ് അയച്ചത്. UDFുമായി ചേർന്ന് പ്രവർത്തിക്കാൻ താൽപ്പര്യമുണ്ടെന്നാണ് കത്തിലെ ഉള്ളടക്കം. UDFിൽ ഘടകകക്ഷിയായി ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും കത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. LDFുമായി വിട പറയേണ്ടി വന്ന സാഹചര്യം, MLA സ്ഥാനം രാജിവെക്കേണ്ടി വന്ന സാഹചര്യം, താൻ ഉയർത്തുന്ന രാഷ്ട്രീയം, തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകാനിടയുണ്ടായ സാഹചര്യം തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ദീർഘമായ കത്താണ് അൻവർ നേതൃത്വത്തിന് കൈമാറിയത്. UDF കൺവീനർ, ചെയർമാൻ എന്നിവർക്ക് പുറമെ എല്ലാ ഘടകകക്ഷി നേതാക്കൾക്കും കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾക്കും കത്ത് കൈമാറിയിട്ടുണ്ട്. ഇന്ന് രാഷ്ട്രീയകാര്യ സമിതി യോഗം അൻവറിന്റെ UDF പ്രവേശനത്തിൽ ചർച്ച നടത്തുന്നതിന് മുന്നോടിയായാണ് കത്ത് കൈമാറ്റം. MLA പദവി ഒഴിഞ്ഞ PV അൻവർ നിലമ്പൂരിനെ പ്രതിനിധീകരിച്ച് ഇനി മത്സരിക്കാനില്ലെന്ന് അറിയിച്ചിരുന്നു. മറിച്ച് UDF നിർത്തുന്ന സ്ഥാനാർത്ഥിക്ക് നിരുപാധികമായ പിന്തുണ നൽകുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. അൻവറിനെ അവഗണിക്കുന്നത് ഗുണകരമല്ലെന്നും പിന്തുണ അനിവാര്യമാണെന്നും കോൺഗ്രസിനുള്ളിൽ പലതരത്തിലുള്ള വിലയിരുത്തലുകളുണ്ട്. കൂടുതൽ നേതാക്കൾ അൻവറിനെ അനുകൂലിച്ചുകൊണ്ട് സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട്. VD സതീശനെതിരായ ആരോപണങ്ങളിൽ അൻവർ മാപ്പ് പറഞ്ഞതോടെ ഇക്കാര്യത്തിൽ VD സതീശന്റെ നിലപാട് എന്താകുമെന്നും നിർണായകമാണ്. നിലവിൽ KPCC പ്രസിഡന്റ് K സുധാകരന്റെ നിലപാടും അൻവറിന് അനുകൂലമാണ്. വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ വഴിവിട്ട് സഹായിച്ചതിൽ നടപടിയുടൻ. വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ വഴിവിട്ട് സഹായിച്ചതിൽ നടപടി ഉടൻ. സംഭവത്തിൽ ജയിൽ വകുപ്പിന്റെ അന്വേഷണം പൂർത്തിയായി. അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൈമാറി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മധ്യമേഖലാ ജയിൽ DIG P അജയ്കുമാറിനെതിരെ നടപടിയെടുത്തേക്കും. ജയിൽ സൂപ്രണ്ട് രാജു എബ്രഹാമിനെതിരെയും നടപടിയുണ്ടാകും. ഇരുവർക്കുമെതിരെ നടപടി ശുപാർശ ചെയ്യുന്നതാണ് അന്വേഷണ റിപ്പോർട്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നേരത്തെ ആഭ്യന്തര വകുപ്പിന് കൈമാറിയിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതര ആരോപണവും ഉന്നയിച്ചിരുന്നു. കാക്കനാട് ജില്ലാ ജയിലിൽ ബോബി ചെമ്മണ്ണൂർ റിമാൻഡിൽ കഴിയുമ്പോൾ മധ്യമേഖലാ ജയിൽ DIG P അജയ്കുമാർ ഇടപെട്ട് ബോബി ചെമ്മണ്ണൂരിന് വഴിവിട്ട സഹായങ്ങൾ ചെയ്തു എന്നാണ് ആരോപണം. P അജയ്കുമാർ ബോബി ചെമ്മണ്ണൂരിന്റെ സുഹൃത്തുക്കളുമായി ജയിലിലെത്തിയിരുന്നു. ജയിലിലെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി സുഹൃത്തുക്കളുമായി 2 മണിക്കൂറിലധികം സമയം ചെലവിടാൻ ജയിൽ DGP അവസരമുണ്ടാക്കി നൽകിയിരുന്നു. സൂപ്രണ്ടിന്റെ മുറിയിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ വിളിച്ചു വരുത്തിയെന്നും ജയിലിലെ പ്രോപ്പർട്ടി രജിസ്റ്ററിൽ തിരുത്തൽ വരുത്തിയെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ജയിൽ സൂപ്രണ്ട് ഒഴികെയുള്ള ഉദ്യോഗസ്ഥരെല്ലാം ജയിൽ DIGക്കെതിരെ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു.
ബോബി ചെമ്മണ്ണൂരിനെ വിളിച്ചു വരുത്തുകയും ജയിലിലെ പ്രോപ്പർട്ടി രജിസ്റ്ററിൽ തിരുത്തൽ വരുത്തുകയും ചെയ്തുവെന്നും DIGയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അനധികൃതമായി ആളുകളെ ജയിലിലെത്തിച്ചതിൽ വീഴ്ച സംഭവിച്ചുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. DIGക്കെതിരെ ജയിൽ സൂപ്രണ്ട് ഒഴികെയുള്ള ജീവനക്കാർ മൊഴി നൽകുകയും ചെയ്തു. ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ വഴിവിട്ട സഹായം ലഭിച്ചതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച പ്രതി ബംഗ്ലാദേശ് പൗരനെന്ന് സംശയം. ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച പ്രതി ബംഗ്ലാദേശ് പൗരനെന്ന സംശയം. താനെയിൽ പിടിയിലായ പ്രതിക്ക് ഇന്ത്യൻ രേഖകളില്ലെന്നും മുംബൈ പോലീസ് അറിയിച്ചു. ഹൗസ് കീപ്പിംഗ് ഏജൻസിയിൽ ജോലി ചെയ്യുന്ന പ്രതി മുഹമ്മദ് ഷെറീഫുൾ ഇസ്ലാം ഷഹാസദ് വിജയദാസ് എന്ന പേരിലാണ് ഇന്ത്യയിൽ കഴിഞ്ഞിരുന്നത്. കൂടുതൽ അന്വേഷണം നടന്നുവരികയാണെന്ന് പോലീസ് വ്യക്തമാക്കി. താനെയിലെ ഹിരന്ദാനന്ദിനി എസ്റ്റേറ്റിലെ TCS കോൾ സെന്ററിലെ പിന്നിലെ മെട്രോ നിർമ്മാണ സ്ഥലത്തിന് സമീപത്തുള്ള ലേബർ ക്യാമ്പിൽ വെച്ചാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. DCP സോൺ 6 നവനാഥ് ധവാലിയുടെ സംഘവും കസർവാഡവാലി പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലൂടെയാണ് ഇയാളെ പിടികൂടിയത്. ഇയാൾ ഒരു പബ്ബിലാണ് ജോലി ചെയ്തിരുന്നതെന്ന് പോലീസ് അറിയിച്ചു. അതേസമയം മുംബൈ ലീലാവതി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സെയ്ഫ് അലി ഖാന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു. കരീന കപൂറിന്റെയും സെയ്ഫ് അലി ഖാന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. അണുബാധ സാധ്യത ഒഴിവാക്കാൻ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ദിവസങ്ങൾക്കുള്ളിൽ ആശുപത്രി വിടാനാകുമെന്നാണ് പ്രതീക്ഷ. ഉത്രാളിക്കാവ് പൂരം മുഖ്യ പങ്കാളികളായ എങ്കക്കാട് ദേശത്തിന്റെ കാഴ്ചപ്പന്തലിന് കാൽനാട്ടി. പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരത്തിന്റെ മുഖ്യ പങ്കാളികളായ എങ്കക്കാട് ദേശത്തിന്റെ കാഴ്ചപ്പന്തലിന് കാൽനാട്ടി. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് മുൻവശത്തായി നടന്ന കാൽനാട്ടൽ കർമ്മത്തിന് മുന്നോടിയായി ക്ഷേത്രം മേൽശാന്തി ഗോപാലകൃഷ്ണ അയ്യർ ഭൂമി പൂജയും കൊടിമര പൂജയും നടത്തി. ഇന്ന് ഉത്രാളിക്കാവ് പരിസരത്ത് എങ്കക്കാട് ദേശത്തിന്റെ പന്തൽ കാൽനാട്ട് കർമ്മമാണ് നടന്നത്. ദേശവാസികളും പൂരപ്രേമികളും ആയി വളരെയധികം ജനങ്ങൾ പങ്കെടുത്ത ഒരു അതിഗംഭീരമായിട്ടുള്ളൊരു കാൽനാട്ട് കർമ്മമാണ് നടന്നത്. പൂരത്തിൻ്റെ തുടക്കം കുറിച്ചു കൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പൂരപ്പറമ്പിൽ ആവേശം തിമിർക്കുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത്. ഓരോരുത്തരുടെ മനസ്സിലും പൂരം കൊടികേറി എന്ന് പറയാം. അങ്ങനെ പൂരത്തിൻ്റെ വരവറിച്ചുകൊണ്ടുള്ള ആദ്യത്തെ ചടങ്ങ് ആണ് ഇപ്പോൾ പന്തലിനുള്ള കാൽനാട്ട് കർമ്മം. അത് ഇത്തവണ എങ്കക്കാട് ദേശത്തിൻ്റെ ഇന്നായിരുന്നു. ഇന്ന് അത് അതിഗംഭീരമായിട്ട് നടത്താൻ സാധിച്ചു. സഭ സഹായിച്ചിട്ട് പൂരം അതിഗംഭീരമായി നടത്താൻ സഹായിക്കട്ടെ പ്രാർത്ഥിച്ചു. കോമരം പള്ളിയത്ത് മാധവൻ നായർ, എങ്കക്കാട് ദേശം പ്രസിഡന്റ് TP ഗിരീശൻ, ജനറൽ സെക്രട്ടറി PR സുരേഷ് കുമാർ, ട്രഷറർ MP പ്രമോദ്, രക്ഷാധികാരി മാരാത്ത് വിജയൻ, വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് CA ശങ്കരൻകുട്ടി, ജനറൽ സെക്രട്ടറി PN വൈശാഖ്, കുമരനെല്ലൂർ ദേശം വർക്കിംഗ് പ്രസിഡന്റ് മുകുന്ദൻ, സെക്രട്ടറി വിപിൻ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് മല്ലയ്യ, ജനറൽ സെക്രട്ടറി PN ഗോകുലൻ, PG രവീന്ദ്രൻ, ബാബു പൂക്കുന്നത്ത്, AV സുഭാഷ്, ഗോവിന്ദൻകുട്ടി എന്നിവർ പങ്കെടുത്തു. ചെറുതുരുത്തി ആരാധന പന്തൽ വൈസ് സെയ്തലവിയാണ് കാഴ്ചപ്പന്തൽ ഒരുക്കുന്നത്. CPIM പ്രവർത്തകൻ UK സലീം വധക്കേസിൽ പോലീസ് കണ്ടെത്തിയത് യഥാർത്ഥ പ്രതികൾ അല്ലെന്ന് പിതാവ് PK യൂസഫ്. തലശ്ശേരി പൊന്നോലിയിലെ CPIM പ്രവർത്തകൻ UK സലീം വധക്കേസിൽ പോലീസ് കണ്ടെത്തിയത് യഥാർത്ഥ പ്രതികളല്ലെന്ന് പിതാവ് PK യൂസഫ് പറഞ്ഞു. മകനെ കൊലപ്പെടുത്തിയത് CPIMകാർ തന്നെയാണെന്നാണ് പിതാവ് തലശ്ശേരി കോടതിയിൽ മൊഴി നൽകി. അന്വേഷണത്തിൽ സലീമിന്റെ ഫോൺ വീണ്ടെടുക്കാത്തതിൽ ദുരൂഹതയുണ്ടെന്നും യൂസഫ് പറഞ്ഞു. കേസിൽ 7 NDF പ്രവർത്തകരെ പ്രതി ചേർത്താണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം നൽകിയത്. 2008 ജൂലൈ 23-നാണ് പൊന്നോലിയിലെ CPIM പ്രവർത്തകൻ UK സലീം കൊല്ലപ്പെട്ടത്. കേസിൽ വിചാരണ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി തുടരുകയാണ്. സലീമിന്റെ പിതാവ് യൂസഫിനെ കഴിഞ്ഞ ദിവസം പ്രതിഭാഗം വിസ്തരിച്ചിരുന്നു. ഇതിനിടെയാണ് മകന്റെ കൊലപാതകത്തിലെ യഥാർത്ഥ പ്രതികൾ CPIM പ്രവർത്തകരാണെന്ന് യൂസഫ് മൊഴി നൽകിയത്. പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം
എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ചിന്തിക്കാറുള്ളൂ. ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവന്റെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാതെ രണ്ടെണ്ണം മാറ്റല്ലേ? രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. വാർത്തകൾ തുടരുന്നു. വടക്കാഞ്ചേരി ബൈപ്പാസ് സോയിൽ ടെസ്റ്റ് 21-ന് ആരംഭിക്കുന്നു. പ്രാഥമിക യോഗം ചേർന്നു. വടക്കാഞ്ചേരി ബൈപ്പാസ് പദ്ധതിയുടെ ഭാഗമായുള്ള റോഡ് പുഴപ്പാലം നിർമ്മാണത്തിനായി ഡിസൈനിംഗ് പ്രക്രിയ പൂർത്തീകരിക്കുന്നതിനു വേണ്ടി സബ് സോയിൽ ബോറിംഗ് ടെസ്റ്റ് ജനുവരി 21-ന് ആരംഭിക്കുന്നു. ഇതിന് മുന്നോടിയായി സേവ്യർ ചിറ്റിലപ്പള്ളി MLA-യുടെ അധ്യക്ഷതയിൽ ജനപ്രതിനിധികളുടെയും പ്രദേശവാസികളുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. സംസ്ഥാന ഹൈവേ 22 കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിലെ ഏറ്റവും തിരക്കേറിയ പട്ടണങ്ങളിലൊന്നായ വടക്കാഞ്ചേരി ഓട്ടുപാറ ടൗണുകളിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കി യാത്രാദുരിതം പരിഹരിച്ചുകൊണ്ട് ദീർഘദൂര യാത്രയും പട്ടണത്തിലെ യാത്രയും സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള വടക്കാഞ്ചേരി ബൈപ്പാസ് പദ്ധതി ഡിസൈൻ ഘട്ടത്തിൽ പുരോഗമിക്കുകയാണ്. കിഫ്ബി മുഖേന നടപ്പിലാക്കുന്ന നിർദ്ദിഷ്ട വടക്കാഞ്ചേരി ബൈപ്പാസ് നിർമ്മാണത്തിന് ആവശ്യമായ ടോപ്പോഗ്രാഫിക്കൽ സർവേ നടത്തി അലൈൻമെന്റ് അംഗീകാരത്തിനായി PWD ഡിസൈൻ വിഭാഗം മുഖേന സമർപ്പിച്ചിട്ടുണ്ട്. കൂടാതെ നിർദ്ദിഷ്ട പാതയിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള വാഹന സാന്ദ്രത പഠിക്കുന്നതിന് നിലവിലുള്ള റോഡിലെ ട്രാഫിക് സ്റ്റഡി നടത്തി ആയതിന്റെ റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുണ്ട്. പ്രസ്തുത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഡിസൈൻ വിഭാഗത്തിന് ആവശ്യമായ ഡാറ്റ ലഭ്യമാക്കുന്നതിന് ആവശ്യപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ മണ്ണിന്റെ ഘടനയും പാറയുടെ സാന്നിധ്യവും ദൃഢതയും പരിശോധിക്കുന്നതിനാവശ്യമായ സബ്സോയിൽ ബോറിംഗ് ടെസ്റ്റുകൾ നടത്തേണ്ടതുണ്ട്. നിശ്ചയിക്കപ്പെട്ട 32 പോയിന്റുകളിൽ നടത്തുന്ന സോയിൽ ടെസ്റ്റ് ജനുവരി 21 ചൊവ്വാഴ്ച അകമലയിൽ ആരംഭിക്കും. ഇതിനായി ടെൻഡർ കരാർ നടപടികൾ PWD ഇൻവെസ്റ്റിഗേഷൻ വിഭാഗമായ RIQCL മുഖേന പൂർത്തീകരിച്ച് കോൺട്രാക്ട് ഏജൻസിയായ JP കൺസ്ട്രക്ഷൻസ് സോയിൽ ടെസ്റ്റ് ആരംഭിക്കുകയാണ്. 6.33 ലക്ഷം രൂപയാണ് സോയിൽ ടെസ്റ്റ് പ്രവൃത്തിയുടെ ചെലവ്. കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിൽ വടക്കാഞ്ചേരി റെയിൽവേ മേൽപ്പാലത്തിന് തെക്ക് ഭാഗത്തായി കരുതക്കാട് നിന്നാരംഭിച്ച് 5.586 കിലോമീറ്റർ ദൂരത്തിലും 23 മീറ്റർ വീതിയിലുമാണ് ബൈപ്പാസ് നിർമ്മിക്കുന്നത്. അകമല പട്ടാണിക്കാട് കാട്ടിലെ ഗേറ്റ് ഭാഗത്ത് റെയിൽവേ മേൽപ്പാലം വഴിയാണ് ബൈപ്പാസ് റോഡ് സംസ്ഥാന പാതയിലേക്ക് ചേരുന്നത്. റെയിൽവേ ഭാഗത്ത് നടത്തേണ്ട ഈ നിർമ്മാണ പ്രവർത്തനം 2024 ആഗസ്റ്റിൽ KRDCL മുഖേന സോയിൽ ടെസ്റ്റ് നടത്തിയതിനെ തുടർന്ന് റെയിൽവേക്ക് സമർപ്പിക്കാനുള്ള മേൽപ്പാലത്തിന്റെ GAD തയ്യാറാക്കുന്ന പ്രവർത്തനം അന്തിമഘട്ടത്തിലാണ്. 7.1 ലക്ഷം രൂപയാണ് ഈ പ്രവൃത്തിയുടെ ചിലവ്. 5.2 ലക്ഷം രൂപ ചിലവിലാണ് ടോപ്പോഗ്രാഫിക്കൽ സർവേ നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇപ്പോൾ ആരംഭിക്കുന്ന സോയിൽ ടെസ്റ്റ് പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം മാത്രമേ ബൈപ്പാസ് ഡിസൈൻ പ്രക്രിയ പൂർത്തിയാവുകയുള്ളൂ എന്നും ROB നിർമ്മാണത്തിന് റെയിൽവേയുടെ അനുമതി ലഭ്യമാകണമെന്നും സേവ്യർ ചിറ്റിലപ്പള്ളി MLA അറിയിച്ചു. ഡിസൈൻ ഘട്ടം പൂർത്തിയായതിനു ശേഷം ബാധിക്കപ്പെടുന്ന കെട്ടിടങ്ങൾ, ഭൂമി, കൃഷിഭൂമി മറ്റുള്ളവ എല്ലാം സംബന്ധിച്ച സമഗ്രമായ പഠനം നടത്തിയതിനു ശേഷം സാമൂഹ്യ പാരിസ്ഥിതിക ആഘാതങ്ങൾ പരമാവധി കുറയ്ക്കുന്നതിന് സമഗ്രമായ ചർച്ച എല്ലാ വിഭാഗങ്ങളുമായും നടത്തുമെന്നും MLA അറിയിച്ചു. ഈ ഘട്ടത്തിൽ നടക്കുന്ന സോയിൽ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവരും പിന്തുണ നൽകണമെന്ന് യോഗം അഭ്യർത്ഥിച്ചു. സബ് സോയിൽ ബോറിംഗ് ടെസ്റ്റ് ആരംഭിക്കുന്നതിന്റെ മുന്നോടിയായി അകമലയിൽ ചേർന്ന യോഗത്തിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. അധ്യക്ഷനായ സേവ്യർ ചിറ്റിലപ്പള്ളി MLA പദ്ധതി വിശദീകരിച്ചു. ജനപ്രതിനിധികളും തദ്ദേശവാസികളും ചർച്ച ചെയ്തു. പൊതുമരാമത്ത് വകുപ്പ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗമായ RIQCL അസിസ്റ്റന്റ് എഞ്ചിനീയർ ബെന്നി തോമസ് മറുപടി പറഞ്ഞു. യോഗത്തിൽ നഗരസഭാ കൗൺസിലർമാരായ KU പ്രദീപ്, AD അജി, ഷീല മുരളി, ബുഷറ റഷീദ്, നഫീസ നാസറലി, മുൻ നഗരസഭാ വൈസ് ചെയർമാൻ MR സോമനാരായണൻ, മുൻ നഗരസഭാ കൗൺസിലർ VP മധു, സേതുമാധവൻ, അജിത് മല്ലയ്യ, MJ ബിനോയ്, TR രജിത്ത്, ജിതിൻ ജോസ്, KP മദനൻ, RIQCL ഓവർസിയർ AH മജീദ്, JP കൺസ്ട്രക്ഷൻസ് പ്രതിനിധി ആൽഫിൻ തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹനൻ യോഗത്തിന് നന്ദി പറഞ്ഞു.
സൗഹൃദം സെന്റർ അമ്പിളി ഭവനിൽ ജയചന്ദ്രൻ സ്മൃതി സംഘടിപ്പിച്ചു. പ്രശസ്ത ഭാവഗായകൻ ജയചന്ദ്രന്റെ നിര്യാണത്തിൽ അനുശോചിക്കുന്നതിനും അപദാനങ്ങളെ സ്മരിക്കുന്നതിനും സൗഹൃദം സെന്റർ അമ്പിളി ഭവനിൽ ജയചന്ദ്രൻ സ്മൃതി സംഘടിപ്പിച്ചു. പ്രശസ്ത ഗായിക സൈബുനിസ ഉദ്ഘാടനം ചെയ്തു. വീണ്ടും പ്രായങ്ങളിൽ മോഹം നൽകി ആ പാട്ടിലൂടെ വീണ്ടും തിരിച്ചെത്തുകയും ഇന്നത്തെ പുതുതലമുറയ്ക്ക് വേണ്ടി വീണ്ടും കുറേയധികം പാട്ടുകൾ പാടാൻ അദ്ദേഹത്തിന് ഭാഗ്യം കിട്ടുകയും നമുക്കത് കേൾക്കാൻ ആണ് നമ്മൾ മഹാഭാഗ്യം ചെയ്ത് വേണം. അപ്പം അതുകൊണ്ട് മലയാള ഭാഷയുടെ മാതക ഭംഗി കൊണ്ട് നമുക്കെല്ലാം സുപ്രഭാതം തരുന്ന ആ മഹാഗായകന് കടമ വഹിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ട് ഞാൻ പാടാം. യേശുദാസിനെ മാറ്റി നിർത്തിയാൽ സംഗീത ലോകത്ത് ജനമനസ്സുകളിൽ ഇടം പിടിച്ച ഗായകരിൽ മഹാനായിരുന്നു പി ജയചന്ദ്രനെന്ന് അവർ പറഞ്ഞു. അദ്ദേഹം പാടിയ ഗാനങ്ങൾ കാലാതീതമായി ഓർമ്മിക്കപ്പെടുമെന്ന് അവർ പ്രസ്താവിച്ചു. ഡയറക്ടർ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു. അഭിനേതാക്കളിലൂടെയാണ് ഗാനങ്ങൾ അനശ്വരമാകുന്നതെന്നും രചനാ വൈഭവവും ഗാനമാധുര്യവുമാണ് ജനഹൃദയങ്ങളെ കീഴ്പ്പെടുത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പി ഭാസ്കരന്റെയും വയലാറിന്റെയും ഗാനങ്ങളാണ് ആദ്യകാലഘട്ടങ്ങളിൽ ജയചന്ദ്രനെ മികവുറ്റ ഗായകനാക്കിയതെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. നമ്മുടെ രവീന്ദ്രൻ ഇരിഞ്ഞാലക്കുടയെ വിളിച്ചു. അദ്ദേഹത്തെ വരും എന്ന് പറഞ്ഞു, പറ്റിയേക്ക് വരാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു ഗായകനാണ്. അദ്ദേഹം കഴിഞ്ഞ കലാമേളയിൽ ഗാനം പാടിയതാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടില്ല. വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അദ്ദേഹം ഇരിഞ്ഞാലക്കുടക്കാരനാണ്. അതിനേക്കാൾ ഉപരിയായി ഞങ്ങൾക്ക് ചെറിയൊരു റിലേഷനുള്ള പാലിയം തറവാട്ടിലെ വ്യക്തിയാണ് ജയേന്ദ്രൻ എന്ന് പറയുന്നത്. പാലിയത്തുകാരായിട്ട് ഞങ്ങൾക്കും ചെറിയ ഒരു കണക്ഷനുണ്ട് എന്നുകൂടി അറിയിക്കട്ടെ. അതുമാത്രമല്ല, വേറെ ഒരു ഇഷ്ടം കൂടുതൽ ജയേന്ദ്രനോട് എനിക്കുള്ളത്, ജയേന്ദ്രൻ പഠിച്ചതും ഞാൻ പഠിച്ചതും അല്ലെങ്കിൽ ഞങ്ങൾ പഠിച്ചതും ക്രൈസ്റ്റ് കോളേജിലാണ്. ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് സുവോളജിയാണ് ജയേന്ദ്രൻ പഠിച്ചതെങ്കിൽ ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് ഫിസിക്സാണ് ഞാൻ പഠിച്ചത്. എൻ്റെ മറ്റ് പ്രദേശ വേറെ മാത്തമാറ്റിക്സാണ് പഠിച്ചത്. അവിടെയാണ് പഠിച്ചിരുന്നത് ക്രൈസ്റ്റ് കോളേജ്. പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ശശികുമാർ കൊടക്കാടത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ഇരിങ്ങാലക്കുട ബാബുരാജ്, ചന്ദ്രപ്രകാശ് ഇളമന, അഡ്വക്കേറ്റ് TS മായാദാസ്, ഉണ്ണികൃഷ്ണൻ വിരിപ്പാക്ക, സ്വപ്നശ്രീ, സാലി തോമസ് എന്നിവർ പ്രസംഗിച്ചു. ഗായിക ബിന്ദു ഭാസ്വരി, ഗീതു കലാധരൻ, ശശി ചെമ്പകശ്ശേരി, NR ചന്ദ്രൻ എന്നിവർ ജയചന്ദ്രൻ പാടിയ ഗാനങ്ങൾ ആലപിച്ചു. കവി PG പുതിരുത്തി കാവ്യാലാപനം നടത്തി. ദേവകി ചെമ്പുകാട്ടിന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ച പരിപാടിയിൽ ഉഷാ രാമചന്ദ്രൻ സ്വാഗതവും KS സിദ്ദിഖ് നന്ദിയും പറഞ്ഞു. തിരുവനന്തപുരം നഗരമധ്യത്തിലെ ഹോട്ടലിൽ പൂനെ സ്വദേശികളായ സഹോദരങ്ങളെ മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവനന്തപുരം നഗരമധ്യത്തിലെ ഹോട്ടലിൽ പൂനെ സ്വദേശികളായ സഹോദരങ്ങളെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആത്മഹത്യയെന്ന പ്രാഥമിക നിഗമനം. സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണമെന്നാണ് സൂചന. തമ്പാനൂർ പോലീസ് സ്റ്റേഷനോട് ചേർന്നുള്ള സ്വകാര്യ ഹോട്ടലിലാണ് പൂനെ സ്വദേശികളായ ദത്തായ് കൊണ്ടിബ ബമനെയും മുക്ത കൊണ്ടിബ ബമനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 17-ാം തീയതിയാണ് മഹാരാഷ്ട്രയിൽ നിന്നെത്തിയ ഇവർ ഹോട്ടലിൽ റൂം എടുത്തത്. ഇന്ന് രാവിലെ ഇവർക്ക് കാപ്പിയുമായി എത്തിയ ഹോട്ടൽ ജീവനക്കാർ എത്ര വിളിച്ചിട്ടും റൂം തുറന്നിരുന്നില്ല. പിന്നാലെ ജീവനക്കാർ കതക് തകർത്ത് റൂമിൽ കയറിയപ്പോഴാണ് സഹോദരിയെ കട്ടിലിൽ മരിച്ച നിലയിലും സഹോദരനെ കെട്ടിത്തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തിയത്. റൂമിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പും കണ്ടെടുത്തിയിട്ടുണ്ട്. ബന്ധുക്കൾ ഉണ്ടായിരുന്നിട്ടും തങ്ങൾ അനാഥരെ പോലെയാണെന്നും വീടും ജോലിയും ഇല്ലെന്നുമാണ് ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. ഒപ്പം മഹാരാഷ്ട്രയിൽ നിന്ന് ബന്ധുക്കൾ വന്നാൽ മൃതദേഹം അവർക്ക് വിട്ടുകൊടുക്കരുതെന്നും കുറിപ്പിലുണ്ട്. ഭിന്നശേഷിക്കാരിയായ സഹോദരിയുടെ ചികിത്സാർത്ഥമാണ് ഇവർ തിരുവനന്തപുരത്ത് എത്തിയതെന്നാണ് ഹോട്ടലിൽ നൽകിയ വിവരം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. KA അബ്ദുൾ റഹ്മാന് പൗരസ്വീകരണം. രാഹുൽ ബാങ്കൂട്ടത്തിൽ MLA ഉദ്ഘാടനം ചെയ്തു. ദുബായ് മാസ്റ്റർ വിഷൻ ഇന്റർനാഷണൽ കോൺക്ലേവ് 2024 ബെസ്റ്റ് ബിസിനസ് പേഴ്സൺ ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ച വടക്കാഞ്ചേരി സ്വദേശി KA അബ്ദുൾ റഹ്മാന് വടക്കാഞ്ചേരി പൗരാവലി സ്വീകരണം നൽകി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അങ്കിൽ പുതുവർഷം കഴിഞ്ഞിട്ട് 19 ദിവസമായിരുന്നു. അപ്പോൾ അതിനുശേഷം അപ്പോൾ ഞാനും അങ്ങനെ ആലോചിച്ചു, പുതുവർഷം കൊണ്ട് വൈശാഖിന് കഴിഞ്ഞ ദിവസം പുതുവർഷം ആഘോഷിച്ചത്. ഇപ്പോൾ അവിടുന്ന് ഒരു മാസം തീരാണ്, ജനുവരി വരാണ് അവസാനിക്കാറ്. വർഷവും മാസവും ഇങ്ങനെ റോക്കറ്റ് പോകുന്നതിനേക്കാൾ വേഗത്തിലാണ് ഇങ്ങനെ പോകുന്നത്.
ഇത് ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല. ഇവിടെ അഖില വിഷ്ണു ഇരിപ്പുണ്ട്. അഖില വിഷ്ണുവിന്റെ ഓർമ്മയുണ്ടാകും. ഈ 2000 ആണ്ടിൽ ലോകം അവസാനിക്കും എന്ന് പറയുന്നൊരു വലിയ കഥയാണ്. എനിക്ക് ആ ദിവസം ഞാൻ മറക്കില്ല. 1999 ഡിസംബർ 31 എന്ന് പറയുന്ന ദിവസം ആരെല്ലാം ഈ ലോകത്തിൽ പറഞ്ഞാലും ഞാൻ മറക്കില്ല. കാരണം ആ സമയത്താണ് എനിക്കൊരു പുതിയ പ്രത്യേകത. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് K അജിത് കുമാർ, റവറൻ ഫാദർ വർഗീസ് തരകൻ, അജിത് കുമാർ മല്ലയ്യ, PJ രാജു, വൈശാഖ് നാരായണസ്വാമി, NR സതീശൻ, PG ജയദീപ്, PJ ജോർജ് കുട്ടി, KT ജോയ്, ബുഷറ റഷീദ്, ചന്ദ്രപ്രകാശ് ഇടമന, ബിജു ഇസ്മായിൽ, KA മുഹമ്മദ്, അജീഷ് കർക്കിടത്ത്, ശശിമംഗലം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കഞ്ചിക്കോട്ട് മദ്യനിർമ്മാണ യൂണിറ്റുമായി ബന്ധപ്പെട്ട വിവാദത്തിന് പിന്നിൽ രാഷ്ട്രീയമെന്ന് മന്ത്രി MP രാജേഷ്. UDF നേതൃത്വത്തിന് കത്ത് നൽകി മുൻ MLA PV അൻവർ. വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ വഴിവിട്ട് സഹായിച്ചതിൽ ഉടൻ നടപടി. ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച പ്രതി ബംഗ്ലാദേശ് പൗരനെന്ന സംശയം. ഉത്രാളിക്കാവ് പൂരം മുഖ്യ പങ്കാളികളായ എങ്കക്കാട് ദേശത്തിന്റെ കാഴ്ചപ്പന്തലിന് കാൽനാട്ടി. CPIM പ്രവർത്തകൻ UK സലിം വധക്കേസിൽ പോലീസ് കണ്ടെത്തിയത് യഥാർത്ഥ പ്രതികളല്ലെന്ന് പിതാവ് PK യൂസഫ്. വടക്കാഞ്ചേരി ബൈപ്പാസ് സോയിൽ ടെസ്റ്റ് 21-ന് ആരംഭിക്കുന്നു. പ്രാഥമിക യോഗം ചേർന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.